തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 12-ാം അധ്യായം 35-ാം തിരുവചനം. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കൊളുത്തിയും ഇരിക്കുവിൻ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഒരു വ്യക്തി അരമുറുക്കേണ്ടത് 3 കാര്യങ്ങൾക്കാണെന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്, നമ്മൾ ഇതിനു മുൻപ് ധ്യാനിച്ചിട്ടുണ്ട്, അരമുറുക്കുന്നത് ഓടുവാൻ വേണ്ടിയാണ്. ഒരു ഓട്ടത്തിൽ ആയിരിക്കുന്ന വ്യക്തി അവൻ അരമുറുക്കി ഓടാനായിട്ട് തയ്യാറായിരിക്കും. ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് ഒരു ഓട്ടമാണ്, സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഓട്ടം. സ്വർഗരാജ്യമാണ് നമ്മുടെ ഭവനം. ആ ഭവനം ലക്ഷ്യം വെച്ചുകൊണ്ട് താൽക്കാലികമായി ഈ ഭവനത്തിലായിരിക്കുന്ന നമ്മൾ ഭാരമുള്ളതൊന്നും കൂട്ടി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാതിരിക്കുക. ഞാനൊരു ഓട്ടക്കാരനാണ്, കർത്താവിൻ്റെ ഓട്ടക്കാരനാണ്. പൗലോസ്ലീഹയെപ്പോലെ നമുക്കും പറയാൻ കഴിയണം, ഞാൻ നല്ല ഓട്ടമോടി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. അരമുറുക്കുക എന്ന് പറഞ്ഞാൽ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭാരം കുറഞ്ഞ ഒരു ജീവിതം നയിച്ച് ഓടുക. ഭാരമെന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ വെയിറ്റല്ല, മറിച്ച് പാപത്തിൻ്റെ ഭാരം, ഭൗതിക വസ്തുക്കൾ ഏറ്റെടുത്ത് വെച്ചുകൊണ്ടുള്ള ഭാരം, അതൊക്കെ കുറയ്ക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുക. രണ്ടാമത്, അരമുറുക്കി ഇരിക്കുക എന്ന് പറയുമ്പോൾ അരമുറുക്കുന്നത് ശത്രുവിനോട് യുദ്ധം ചെയ്യുവാനാണ്. ഒരു ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് യുദ്ധം ചെയ്യുവാനാണ്. പൈശാചിക ശക്തികളുടെ നേരെ, തിന്മയുടെ അന്ധകാര ശക്തികളുടെ നേരെ ലോകവും പിശാചും ഈ ലോകത്തിലുള്ള അന്ധകാര ശക്തികളും അവനുമായി ഒരു യുദ്ധത്തിലാണെന്നുള്ള തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക്, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവന് ജാഗ്രതയോടെ യുദ്ധം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു യുദ്ധക്കാരനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ജാഗ്രതയാണ്. നമ്മൾ ജാഗ്രത നഷ്ടപ്പെട്ടാൽ നമുക്ക് യുദ്ധം ചെയ്യാനായിട്ട്, യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റുകയില്ല. ശത്രു എപ്പോഴും നമ്മളിൽ ആസക്തിയോടെ നിലകൊള്ളുന്നുണ്ട്. കായേലിനോട് ദൈവം പറഞ്ഞില്ലേ, പാപം നിൻ്റെ മേൽ ആസക്തി വെച്ചിട്ടുണ്ട്, നീ അതിനെ കീഴടക്കണം, നിൻ്റെ അരികിൽ തന്നെ പാപമുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനി ഓരോ നിമിഷവും തിരിച്ചറിയണം, അരമുറുക്കുക എന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നീ യുദ്ധത്തിലാണ്. തിന്മയെ പരാജയപ്പെടുത്തുവാനായിട്ട് തയ്യാറാകണം. ആ തിന്മയെ പരാജയപ്പെടുത്തണമെങ്കിൽ നമുക്ക് ആയുധങ്ങളുണ്ടായിരിക്കണം. നമ്മൾ മാംസരക്തങ്ങളോടുമുള്ള ഒരു യുദ്ധമല്ല. പലപ്പോഴും ക്രിസ്ത്യാനി തെറ്റിദ്ധരിക്കുന്നത് മാംസരക്തങ്ങളോടുള്ള യുദ്ധമാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം അനുഗ്രഹമല്ലാതായി തീരുന്നു. മാംസരക്തങ്ങളോടുള്ള യുദ്ധമാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ ആയുധങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ AK-47 കൊണ്ട്, അല്ലെങ്കിൽ കുന്തം കൊണ്ട്, വാളുകൊണ്ടൊക്കെ നമുക്ക് ഈ ലോകത്തിലെ തിന്മകളെ തകർക്കാൻ പറ്റും. അങ്ങനെ ഒരു യുദ്ധമല്ല, ആത്മീയ യുദ്ധമാണ് നമ്മുടെ യുദ്ധം. ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് ആത്മീയ യുദ്ധം ചെയ്യുവാനാണ്. ഈശോയോട് ചേർന്ന്, വചനത്തോട് ചേർന്ന്, കൂദാശകളോട് ചേർന്ന് തിന്മയെ തകർക്കുവാനായിട്ട് തയ്യാറാകണം. അതിന് സത്യം കൊണ്ടുള്ള ഒരു അരമുറുക്ക് ഉള്ള ഒരു ജീവിതമായിരിക്കണം. സത്യസന്ധത നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. എപ്പോഴും അസത്യം പറയുന്ന വ്യക്തിയാണെങ്കിൽ നീ അരമുറുക്കിയുള്ള ഒരു ജീവിതമല്ല. ഈ ലോകത്തിലുള്ള മ്ലേച്ഛ വർത്തമാനങ്ങൾ, ഈ ലോകത്തിലുള്ള മനോഭാവങ്ങൾ വെച്ചുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തോട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചാൽ നിനക്ക് ദൈവസന്നിധിയിൽ നിനക്ക് വിജയിക്കാൻ പറ്റുകയില്ല. നമ്മുടെ യുദ്ധമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിന്മയുടെ ശക്തികൾക്കെതിരായിട്ടാണ്, അന്ധകാര ശക്തികൾക്കെതിരായിട്ടാണ്. ആ ഒരു തിരിച്ചറിവോടെ നമ്മൾ യുദ്ധം ചെയ്യാനായിട്ട് കഴിയണം. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 27 പറയുന്നുണ്ട്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മൾ സാത്താന് അവസരം കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വചനം 4-ാം അധ്യായത്തിലാണ് വചനമുള്ളത്, 6ഉം 7ഉം. കർത്താവ് കായേലിനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്ത്? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. പ്രിയമുള്ളവരെ, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ, അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം അരമുറുക്കി ജീവിക്കുക എന്ന് പറയുമ്പോൾ നന്മ ചെയ്യുക, നല്ലത് ചെയ്ത് ജീവിക്കുക. അതല്ലാതെ അസത്യം ചെയ്ത്, തിന്മ ചെയ്ത്, അന്ധകാര ശക്തികളോട് കൂട്ടിച്ചേർന്ന് നമ്മൾ ജീവിച്ചാൽ പാപം നമ്മളെ കീഴ്പ്പെടുത്തും.
അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? പാപം നമ്മളിൽ ആസക്തി വെച്ചുകൊണ്ട് താല്പര്യപൂർവ്വം നമ്മുടെ അരികിൽ തന്നെയുണ്ട്, നമ്മളതിനെ കീഴടക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12:21 പറയുന്നുണ്ട്, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. അപ്പോൾ ഞാനൊരു യുദ്ധത്തിലാണെന്നുള്ള തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയും ആ തിന്മയെ നന്മ കൊണ്ടാണ് കീഴടക്കേണ്ടത്. അതല്ലാതെ ഈ ലോകത്തിലെ തിന്മകളുടെ ശക്തികളുമായി കൂട്ടുചേർന്ന് ഈ ലോകത്തിലെ തിന്മയുടെ ശക്തികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല നമ്മളെടുക്കേണ്ടത്. ഈ ലോകത്തിലെ തിന്മയുടെ ശക്തികൾ ആയുധങ്ങളെടുക്കും. അവർ വാളും വടിയും ഈ ലോകത്തിലുള്ള മെറ്റീരിയലായിട്ടുള്ള ആയുധങ്ങൾ അവരെടുക്കും. പക്ഷേ ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത്, അവനെടുക്കേണ്ട ആയുധം എന്ന് പറയുന്നത് ആത്മീയ യുദ്ധമാണ്. ആ തിരിച്ചറിവോട് എഫേസൂസ് 6 10 മുതൽ 17 വരെയുള്ള വചനത്തിൽ വ്യക്തമായിട്ട് നമ്മുടെ യുദ്ധത്തിൽ നമ്മളെടുക്കേണ്ട നിലപാടും നമ്മളെടുക്കേണ്ട ആയുധങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അവസാനമായി, കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിനും കരുത്തുള്ളവരായിരിക്കുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അരമുറുക്കുക എന്ന് പറഞ്ഞാൽ ആയുധം ധരിച്ച് യുദ്ധത്തിൽ ആയിരിക്കുക. എന്തൊക്കെയാണ് ആയുധം? സത്യം കൊണ്ട് മുറുക്കുക. സത്യമായിരിക്കണം. നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിലപാടിലും സത്യമായിരിക്കണം. ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് അസത്യം പറഞ്ഞ് നമ്മൾ ആ വ്യക്തിയെ നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഒരു സ്വാർത്ഥത നേടാനായിട്ട് അസത്യം പറഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ വികലമാക്കാൻ പറ്റില്ല. നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ സത്യം മാത്രമേ പറയാവൂ. അസത്യം പറഞ്ഞ് നമ്മൾ ഒരു സ്വാർത്ഥതയ്ക്ക് നമ്മുടെ എന്തെങ്കിലും നേടാനായിട്ട് നമ്മുടെ സുഖത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ഉപയോഗിച്ചാൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അരമുറുക്കാത്ത ഒരു ജീവിതമായിട്ട് തരം താഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കുക. നീതിയുടെ കവചം ധരിക്കുക. നമ്മുടെ കവചം നീതിയായിരിക്കണം, അനീതി ആയിരിക്കരുത്. അനീതി നിറഞ്ഞ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള പാദരക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പാദങ്ങളിൽ സമാധാനമായിരിക്കണം. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ജീവിതം അരമുറുക്കിയുള്ളൊരു ജീവിതമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഒരു യുദ്ധത്തിലാണെന്ന് ഫ്രാൻസിസ് അസീസിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ സമാധാനത്തിൻ്റെ പാദരക്ഷ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ ഉണ്ടായിരുന്നു. യുദ്ധം ചെയ്യുന്ന ഭൗതികമായ ഒരു യുദ്ധത്തിൽ സഭ ആയിരിക്കുമ്പോൾ, മുസ്ലിങ്ങളുമായി കുരിശ് യുദ്ധത്തിലായിരിക്കുമ്പോൾ സമാധാനത്തിൻ്റെ പാദരക്ഷ ധരിച്ച ഫ്രാൻസിസ് അസീസി സുൽത്താൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. കാരണം ജീവിതം ഒരു യുദ്ധമാണെന്നുള്ള തിരിച്ചറിവും താൻ അരക്കെട്ടിയിരിക്കുക, കാരണം അരമുറുക്കിയിരിക്കുക. എന്തിനാണ്? യുദ്ധത്തിലാണ്. പക്ഷേ അന്ധകാര ശക്തികളുമായുള്ള ഈ യുദ്ധത്തിലാണെന്നുള്ള തിരിച്ചറിവ് അസീസിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആയുധങ്ങളെടുക്കാതെ നിരായുധനായി ആത്മീയ ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഫ്രാൻസിസ് അസീസി പോവുകയാണ്. സത്യത്തിൻ്റെ ആ സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, സമാധാനത്തിൻ്റെ പാദരക്ഷകൾ ധരിച്ച്, വിശ്വാസത്തിൻ്റെ പരിചയെടുത്ത്, രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ്, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത്, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ ഫ്രാൻസിസ് സുൽത്താൻ്റെ മുമ്പിൽ ചെന്ന് സ്നേഹത്തിന് സാക്ഷ്യം കൊടുത്തപ്പോൾ സുൽത്താനെ പരാജയപ്പെടുത്താൻ പറ്റി. സുൽത്താൻ ഫ്രാൻസിസ് അസീസിൻ്റെ മുമ്പിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക. എവിടെ വേണമെങ്കിലും നിനക്ക് സുവിശേഷം പ്രഘോഷിക്കാം. അതേ പ്രിയമുള്ളവരെ, നമ്മളൊരു യുദ്ധത്തിലാണ്. മാംസരക്തങ്ങളുമായിട്ടുള്ളൊരു യുദ്ധമല്ല, മറിച്ച് തിന്മയുടെ അന്ധകാര ശക്തികൾക്കെതിരായിട്ടാണ്. കാരണം പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരാണ്. അതിനെ തകർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ആയുധങ്ങളെന്ന് പറയുന്നത് എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിലെ ഈ ആയുധങ്ങൾ 6 10 മുതൽ 17 വരെയുള്ള വചനമൊന്ന് നമ്മുടെ ഭവനങ്ങളിലുള്ള ബൈബിൾ എടുത്ത് തുറന്ന് ഒന്ന് ധ്യാന വിഷയമായി വായിക്കുവാനായിട്ട് തയ്യാറാവുക. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 11 5 വചനം പഠിപ്പിക്കുകയാണ്, നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. കർത്താവിനോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ദൈവം തന്നെ അവൻ്റെ അരമുറുക്കും. എങ്ങനെ? നീതിയും വിശ്വസ്തതയും കൊണ്ട് ദൈവം തന്നെ നമ്മുടെ അരമുറുക്കും. ദൈവം നമ്മുടെ അരമുറുക്കുവാനായി ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ തന്നെ ഒരു സ്വന്തം കഴിവുകൊണ്ടും മിടുക്കുകൊണ്ട് ഞാനിപ്പോൾ അരമുറുക്കി യുദ്ധം ചെയ്ത് ഈ തിന്മയെ തകർക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട്, ആരോഗ്യം കൊണ്ട്, മസിലുകൊണ്ട് നമുക്ക് തിന്മയെ തകർക്കാൻ പറ്റില്ല. ചില പഴയ തഴക്ക ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും.
വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കാത്ത തിന്മകൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടും ഇതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ദിനത്തിൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറ വെച്ച്, ദൈവമേ, എന്നെ നിൻ്റെ നീതിയും വിശ്വസ്തതയും കൊണ്ട് എന്നെ അരമുറുക്കി ഈ യുദ്ധത്തിൽ വിജയിപ്പിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ദുശീലങ്ങളിൽ കർത്താവ് വിജയം തരും. അപ്പോൾ അരമുറുക്കുക എന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ തിന്മയുടെ നേരെ ആണ് ഞാൻ യുദ്ധം ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം ഓരോ നിമിഷവും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നാണ് ദൈവം അരമുറുക്കുക എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 22 പറയുകയാണ്, അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരനോട് സത്യം സംസാരിക്കട്ടെ, കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ സത്യം സംസാരിക്കുക. നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ സത്യം സംസാരിക്കുക. അപ്പോൾ നീ അരമുറുക്കിയ വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തിയായി ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യനാകും. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27 പറയുക, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താൻ അവസരം കൊടുക്കരുത്. സാത്താൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അവൻ കടന്നു വരുന്നത് എങ്ങനെയാണ്? അവൻ നുണയനാണ്, നുണയൻ്റെ പിതാവാണ്. അപ്പോൾ നുണ പറയുവാനായിട്ട്, നുണയുടെ ജീവിതം, അസത്യത്തിൻ്റെ ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ സാത്താൻ നമ്മുടെ ഉള്ളിലിരിക്കും. നമ്മൾ അരമുറുക്കിയാലും നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല, പരാജയപ്പെട്ടു പോകും. ആദ്യം പിശാചിനെ ദൂരെ അകറ്റണം. പിശാചിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ന്റെ 2-ാം ഭാഗത്ത് പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്, എന്നാൽ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടിയാണ്. യോഹന്നാൻ 10:10 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. സാത്താൻ അവസരം കൊടുക്കരുതെന്ന് പറയുമ്പോൾ നീ നിൻ്റെ ജീവിതം കൊണ്ട് ആരെയും തകർക്കാനായിട്ട്, ആരുടെയും നന്മ മോഷ്ടിക്കാനായിട്ട്, ആരുടെയും നല്ല ദിനങ്ങൾ നശിപ്പിക്കാനായിട്ട് നിൻ്റെ ജീവിതം കാരണമാകരുത്. അപ്പോൾ നീ സാത്താൻ ഇടം കൊടുക്കാത്ത വ്യക്തിയായിട്ട് നിൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങും. നിനക്ക് യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് പറ്റും. അതല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടും. കാരണം യുദ്ധത്തിന് പരാജയപ്പെടുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. ആഖാൻ കാരണം ഇസ്രായേൽ ജനം ആയി പട്ടണം കീഴടക്കാൻ പറ്റാതെ അവർ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. കാരണം ഒരു ആത്മീയ യുദ്ധമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് അവകാശമില്ലാത്തത് നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ കള്ളം പറഞ്ഞ്, അസത്യം പറഞ്ഞ്, മറ്റുള്ളവരുടെ മുമ്പിൽ അസത്യം പറഞ്ഞ് നമ്മൾ നേടുന്നത് നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെടാനായിട്ട് അതൊരു കാരണമാകും. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ട കീഴടക്കാൻ പോകുമ്പോൾ ദൈവം അവരോട് പറയും, നിങ്ങളൊന്നും ആ പട്ടണത്തിൽ നിന്ന് എടുക്കരുത്. എന്നാൽ ആഖാൻ എന്ത് ചെയ്തു? ഈ ലോകത്തോടുള്ള അമിതമായ സ്വർണത്തോടും വെള്ളിയോടും ഭൗതികതയോടുമുള്ള ആസക്തി മൂലം കുറേ സാധനങ്ങൾ ആ പട്ടണത്തിൽ നിന്ന് എടുത്ത് കൊണ്ട് തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ അതുമൂലം അടുത്ത പ്രാവശ്യം അവർക്ക് ഈ പട്ടണം കീഴടക്കാനായിട്ട് പോയപ്പോൾ അവർ തുന്നം പാടി. യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. ഇസ്രായേൽ ജനം യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ജോഷയുടെ നേതൃത്വത്തിൽ കാരണം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ആഖാൻ ഇങ്ങനെ ഒരു അസത്യ പ്രവൃത്തി ചെയ്തു, സത്യത്തിന് വിരുദ്ധമായി പ്രവൃത്തി ചെയ്തു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, തിന്മ നമ്മളെ കീഴടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അസത്യം കൊണ്ട് അരമുറുക്കിയതാണ്. സത്യം കൊണ്ട് അരമുറുക്കിയാൽ നിനക്ക് യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് പറയുകയാണ്, നീ അരമുറുക്കുക. എന്തിനു വേണ്ടി? ഈ ഭൂമിയിലെ ജീവിതം ഇവിടെ തീരേണ്ടതല്ല, നിത്യതയാണെന്നുള്ള തിരിച്ചറിവോടെ ഓടുവാനായിട്ടുള്ള മനോഭാവം നിൻ്റെ ഉള്ളിലുണ്ടാകുവാൻ നീ അരമുറുക്കണം. രണ്ടാമത്, ഈ ഭൂമിയിലെ ജീവിതം ഒരു യുദ്ധമാണ്. അന്ധകാര ശക്തികളോടുള്ള ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ നീ എപ്പോഴും അരമുറുക്കി ദൈവത്തിൻ്റെ വചനത്തിന് ചേർന്ന ജീവിതം, സത്യത്തിൻ്റെ ജീവിതം നയിക്കണം. വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരമുറുക്കുക എന്ന് പറയുമ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായി നിൻ്റെ ജീവിതം നയിക്കണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ളതാണ് ഈ ഭൂമിയിലെ ജീവിതമെന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കണമെന്നാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 4 നമ്മൾ കാണുന്നില്ല, അത്താഴത്തിനിടയിൽ യേശു എഴുന്നേറ്റ് മേലങ്കി മാറ്റി തൂവാല കൊണ്ട് അരയിൽ കെട്ടി. അവൻ അരയിൽ കെട്ടുകയാണ്, അരമുറുക്കുകയാണ്. എന്തിനു വേണ്ടി? തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ. എന്നിട്ട് തുടർന്ന് ഈശോ പറയുകയാണ്, ഞാൻ ഗുരുവും നാഥനുമായ ഞാൻ
എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. പാദം കഴുകുവാനുള്ള വിളിയാണ് അരമുറുക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തുടർന്ന് ഈശോ വീണ്ടും പറയുക, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് ജീവന് വേണ്ടി മോചനദ്രവ്യമായി തന്നെ നൽകുവാനും വേണ്ടിയാണ്. അപ്പോൾ ഈശോ വന്നത് ശുശ്രൂഷിക്കുവാനാണ്. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഈശോ അരമുറുക്കുക എന്ന് പറയുമ്പോൾ ശുശ്രൂഷയുടെ ജീവിതം നയിക്കുക എന്നാണ് ഈശോ അർത്ഥമാക്കുന്നത്. എന്നാൽ വർഷങ്ങളായി കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഞാനും നിങ്ങളും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ശുശ്രൂഷയുടെ ജീവിതമാണോ നയിക്കുന്നത്? ചില ഭാര്യമാർ എപ്പോഴും അടുക്കളയിൽ കഷ്ടപ്പെടുന്നത് കാണാനായിട്ട് പറ്റും. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. അവർ രാവിലെ ഉണരും, രാവിലെ അതിരാവിലെ ഉണർന്ന് രാത്രി പാതിരാത്രി ആയാലും അവരുടെ ജോലി തീരുകയില്ല. എന്തിനു വേണ്ടിയാണ്? അവർ ശുശ്രൂഷ ചെയ്യുക. ഭാര്യ ഭർത്താവിന് മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ ഭാര്യ മാത്രം ശുശ്രൂഷ ചെയ്താൽ മതിയോ? ദൈവം അതാണോ ആഗ്രഹിക്കുന്നത്? എന്നാൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഭർത്താവിനും അടുക്കളയിൽ കയറി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കഴിയണം. ഞാൻ വലിയ ഒരു IAS ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ല അധികാരമുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെ എന്നെ ശുശ്രൂഷ ചെയ്യണം, എന്നെ ശുശ്രൂഷിക്കണം എന്നല്ല നമ്മൾ നിലപാടെടുക്കേണ്ടത്. അത് ക്രിസ്തീയ ജീവിതമല്ല, ക്രൈസ്തവ വിശ്വാസമല്ല. നീ അരമുറുക്കാത്ത ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. നീ അരമുറുക്കി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തു ചെയ്യും? നീ നിൻ്റെ ജീവിത ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നീ അടുക്കളയിൽ കയറി നീയും അധ്വാനിക്കും. ചിലയിടങ്ങളിലൊക്കെ ഞാൻ ഈ വചന ശുശ്രൂഷ ഇതുമായി ബന്ധപ്പെട്ട് അരമുറുക്കി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ പ്രസംഗത്തിൽ ഞാനിങ്ങനെ ഭർത്താക്കന്മാരോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അടുക്കളയിൽ കയറി നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും നിങ്ങളൊന്ന് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കൊടുക്കുക, കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക, മറ്റുള്ളവരെ ഒന്ന് ശുശ്രൂഷിക്കുക. എല്ലാ ദിവസവും ഭാര്യ ഭർത്താവിന് വേണ്ടി കോഫിയും അതുപോലെ തന്നെ ഫുഡും മറ്റുള്ള കാര്യങ്ങളും വസ്ത്രമൊക്കെ അയൺ ചെയ്തൊക്കെ കൊടുക്കാറില്ലേ? ആഴ്ചയിൽ ഒരു ദിവസം എന്തേ ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടി അത് ചെയ്തുകൂടാ? അതിങ്ങനെ ആ വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ സ്നേഹത്തോടെ ഓടി വന്നിട്ട്, അച്ഛാ, ഭാര്യമാരും ചെയ്യണമെന്ന് കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത് നന്നായിരിക്കും. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, എന്താണ് കാര്യം സഹോദര? അച്ഛാ, ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുകയാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാട് അങ്ങനെയാണ്, സാഹചര്യം അതായിരുന്നു. കാരണം ഭാര്യയ്ക്ക് വലിയ ഉയർന്ന ജോലിയുണ്ട്, അതുകൊണ്ട് രാവിലെ തന്നെ ഓഫീസിൽ പോകും, മറ്റുള്ള ബിസിനസ് കാര്യങ്ങൾ, ഇതെല്ലാം കാര്യങ്ങൾ. പക്ഷേ ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് ചെറിയ ജോലിയാണ്, അതുകൊണ്ട് ഒത്തിരിയേറെ സമയമുണ്ട്. അദ്ദേഹം തന്നെ വീട്ടിലെ മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം, ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം, ഇതെല്ലാം ഈ മനുഷ്യൻ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ശുശ്രൂഷയുടെ ജീവിതമാണ്. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ്റെ ഉള്ളിലും ഒരാഗ്രഹമുണ്ട്, ഇതൊക്കെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, എൻ്റെ ഭാര്യ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത് തന്നിരുന്നുവെങ്കിൽ. ഭാര്യയ്ക്ക് സമയമില്ല എന്നുള്ള ഒരു മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഭാര്യയ്ക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഭർത്താവിനെ ശുശ്രൂഷിക്കാത്ത നിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അരമുറുക്കാത്ത ജീവിതമാണെന്ന് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നിന്നോട് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഒരുപക്ഷെ വലിയ വലിയ നിലകളിൽ ജോലി ചെയ്യുന്നവരാകാം, വലിയ വലിയ ഉദ്യോഗസ്ഥങ്ങൾ നിങ്ങളുടെ കീഴിൽ അനേകർ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നീ ഒരു കുടുംബിനിയാണെന്ന് തിരിച്ചറിയണം, നീ ഒരു ഭാര്യയാണെന്ന് തിരിച്ചറിയണം. നിൻ്റെ ഭർത്താവിന് നിനക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിൻ്റെ ഭർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ നിനക്ക് ചെയ്ത് നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ഭർത്താവിനെയും സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ദൃഢതയുള്ള കുടുംബങ്ങളായിട്ട് മാറുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. എല്ലാ ദിവസവും ഭാര്യമാർ വീട്ടിൽ ഭക്ഷണവും ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. പക്ഷേ ആ ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ ആഴ്ചയിൽ ഒരു ദിവസം അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം അവർ നന്നായിട്ട് അത് എടുത്ത് മനസ്സിലാക്കി അത് ചെയ്യും. അതുകൊണ്ട് ആ കുടുംബങ്ങളിൽ ഒരു ഊഷ്മളതയുണ്ട്, സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, പൊട്ടിച്ചിരികളുണ്ട്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും.
ഭാര്യയും മക്കളും ഭർത്താവും എല്ലാം ഒരുമിച്ച് കിച്ചണിൽ കയറിയൊക്കെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ അരമുറുക്കിയുള്ള ജീവിതം ആ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ആ കുടുംബങ്ങളിൽ പിശാചിന് കയറി ആ കുടുംബത്തെ തകർക്കാൻ പറ്റില്ല. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തകരുന്നതിന് കാരണം എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ അരമുറുക്കിയുള്ള ജീവിതമല്ല, ശുശ്രൂഷിക്കാനായിട്ടുള്ള ഒരു ജീവിതം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഭാര്യയെ ശുശ്രൂഷിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാര്യ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന മക്കൾ, മക്കളെ ശുശ്രൂഷിക്കുന്ന അപ്പന്മാരും മാതാപിതാക്കൾ. ഇതാണ് അരമുറുക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ കർത്താവിൻ്റെ വചനത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ നല്ലൊരു തീരുമാനമെടുക്കാം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35 അരമുറുക്കിയും വിളക്ക് കൊളുത്തിയും ഇരിക്കുവിൻ. അരമുറുക്കുക എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഈ ഭൂമിയിലെ ജീവിതം ഒരു യാത്രയാണ്, ഒരു ഓട്ടമാണ്. നിത്യത മുന്നിൽ കണ്ടുകൊണ്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു ജീവിതമാണെന്നുള്ള തിരിച്ചറിവോടെ ഓടുന്ന ഒരു ജീവിതം. അതുകൊണ്ട് ഭാരമുള്ളതൊക്കെ എടുത്തു വെച്ച് ഓട്ടത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കുക. രണ്ടാമത്, ഒരു യുദ്ധമാണ് ജീവിതം. ഒരു യുദ്ധത്തിലാണ് ഞാനും നിങ്ങളും. എന്താണ് യുദ്ധമെന്ന് നമുക്കറിയാം. തിന്മകളുടെ നേരെ, അന്ധകാര ശക്തികളുടെ നേരെ, ലോകത്തിൻ്റെയും പിശാചിൻ്റെയും ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും നേരെയുള്ളൊരു യുദ്ധമാണ്. അതിന് നമ്മൾ ജാഗ്രതയുണ്ടായിരിക്കണം, ആയുധങ്ങളുണ്ടായിരിക്കണം. യുദ്ധത്തിൽ പരാജയപ്പെടാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത്. മൂന്നാമത്, അരമുറുക്കുക എന്ന് പറയുന്നത് ശുശ്രൂഷ ചെയ്യുവാനാണ്. നമ്മുടെ ജീവിതം ശുശ്രൂഷ ചെയ്യണം. നീ വലിയ നിലകളിൽ നിൻ്റെ കീഴിൽ ഒത്തിരി പേരുണ്ടെങ്കിലും നീ അവർക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടാകണം. അധികാരം ശുശ്രൂഷ ചെയ്യുവാനുള്ളതാണ്. കുടുംബത്തിൽ ഭർത്താവിൻ്റെ അധികാരം ഭാര്യയ്ക്കും മക്കൾക്കും ശുശ്രൂഷ ചെയ്യുവാനുള്ളതാണ്. ഭാര്യയ്ക്ക് ലഭിക്കുന്ന അധികാരങ്ങൾ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ളതാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഞാൻ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവോടെ ജീവിതത്തെ നയിക്കണമെന്ന് അരമുറുക്കുക എന്നുള്ള വചനം പറയുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവസാനം, വിളക്ക് കൊളുത്തിയിരിക്കുവിൻ. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വിളക്ക് വചനം തന്നെയാണ്. ജീവിതത്തിൽ വചനം ഉള്ളിലുണ്ടായിരിക്കണം. ദൈവവചനം നിറഞ്ഞ ഒരു ജീവിതമാകുമ്പോൾ നിനക്ക് ഈ വചനം നിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. കർത്താവിൻ്റെ അനന്തമായ കരുതലും കൃപയും സ്നേഹവും നമ്മുടെ കുടുംബങ്ങളിലൂടെ നമുക്കനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും സാധിക്കും. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അരമുറുക്കി വിളക്ക് കൊളുത്തി കാത്തിരിക്കണമെന്ന് ഞങ്ങളോട് പറയുന്ന യേശുവേ, ഈ ദിനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യത മുന്നിൽ കണ്ടുകൊണ്ട് ഓടുവാനും ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ എപ്പോഴും തിന്മ ഞങ്ങളെ കീഴടക്കുവാൻ പതിയിരിപ്പുണ്ടെന്നുള്ള തിരിച്ചറിവോടെ സത്യത്തിൻ്റെയും നീതിയുടെയും വിശുദ്ധിയുടെയും വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും ദൈവം ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന അധികാരങ്ങളും അവസരങ്ങളും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുവാനുമാണെന്നുള്ള തിരിച്ചറിവോടെ ഞങ്ങളുടെ അധികാരങ്ങളെ ഞങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ഞങ്ങളുടെ താഴെ കീഴിലുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു അവബോധത്തോടെ ജീവിച്ച് നിത്യജീവൻ അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ശുശ്രൂഷയുടെ മാതൃക കാട്ടിയ മറിയമേ, അരമുറുക്കി എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് ശുശ്രൂഷ ചെയ്ത മറിയമേ, സ്വർഗം ലക്ഷ്യം വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ മറിയമേ, എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.